ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ പോകുന്നവർക്ക് നിസ്രാക്കച്ചി അമ്മമ്മയൊക്കെ വിളിക്കാൻ വേണ്ടി അമ്മ വീട്ടിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓടിപ്പോയി വലിയ ട്രോളിയൊക്കെ എടുക്കാൻ മമ്മി പറഞ്ഞു അതൊന്നും വേണ്ട, നമ്മൾ അത്ര സാധനം എടുക്കുന്നില്ലെന്ന്. ഞാൻ നേരെ പോയിട്ട് 2 കൊറിയൻ സ്പൈസി നൂഡിൽസ് എടുത്തു. അപ്പോൾ ഒരു പ്രാവശ്യം കഴിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ എവിടെ പോയാലും മേടിക്കും കേട്ടോ സ്പൈസി നൂഡിൽസ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ അവോക്കാഡോയും സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അമ്മച്ചിയും കുഞ്ഞും വണ്ടിക്കകത്ത് ഇരിക്കുകയാണ്. ഞാനും ഫഹദും ഉമ്മയും കൂടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ സംസാരം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് ചെറിയൊരു പനിയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പനി എങ്ങനെ പിടിച്ചെന്ന് പോലെ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ കുൻഫു ക്ലാസ്സിന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് മുടി നനച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ഞാൻ അങ്ങനെ മുടി നനയ്ക്കാറില്ലാത്തതാണ്. പിന്നെ ഞാൻ ഇന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് രാത്രി അങ്ങ് മുടി നനച്ച് കുളിച്ചായിരുന്നു. അതിൻ്റെ ആണോ അതോ അച്ചുവിന് പനിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പനി പിടിച്ചതാണോ, ട്യൂഷനുള്ള എല്ലാവർക്കും പനിയാണ്, അപ്പോൾ അതുകൊണ്ട് പനി പിടിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് കുറച്ച് എണ്ണയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എണ്ണയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ് കേട്ടോ. എണ്ണയ്ക്കും തേങ്ങയൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പോൾ നിങ്ങൾ എണ്ണ മേടിക്കുന്നതിന് കുറച്ച് സമയം എടുത്തു കേട്ടോ. ഏത് എണ്ണ എടുക്കും എന്നൊരു സംശയമായിരുന്നു. ഞങ്ങൾ 2 എണ്ണ എടുത്തു കേട്ടോ. ഇവിടുന്ന് പകുതി വീഡിയോ എടുത്തത് ഉമ്മയും പകുതി വീഡിയോ എടുത്തത് ഞാനും ആണ് കേട്ടോ. ഇനി ബാസ്ക്കറ്റ് പൊക്കിക്കൊണ്ട് നല്ല ഭാരമുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ മുക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു കേട്ടോ. ഞാനും ഫഹദും കൂടെ മാറി ലാസ്റ്റിനടുത്ത് ഉമ്മ പറഞ്ഞു നീ വീഡിയോ എടുക്ക്, ഞാൻ ബാസ്ക്കറ്റ് പൊക്കിക്കോളാം, നിന്നെ കൊണ്ട് പൊക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങൾ പാലിൻ്റെ സെക്ഷനിലൊക്കെ പോയി. ഞങ്ങൾ അവിടെ നിന്ന് പാൽ മേടിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ പോയത്, ആ ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അടുത്ത ഐസ്ക്രീം ഒക്കെ മേടിക്കാൻ പോകുമ്പോൾ ഐസ്ക്രീം മേടിക്കാനല്ലെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ തുറന്നിട്ട് വരും, നല്ല സുഖം എനിക്ക്. ഞാൻ അവിടെ നിന്ന് ഒരു ബ്ലൂബെറി എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഗൈസ് എൻ്റെ ഉമ്മ പറഞ്ഞു വേണ്ട, അതവിടെ തിരിച്ച് വെച്ചിട്ട് പോകാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് ഉമ്മ പറഞ്ഞു ക്യാപ്സിക്കം ഉണ്ടോ നോക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓടുന്ന ഓട്ടമാണ് നിങ്ങൾ ഇത് കാണുന്നത്. എന്നെ കൊണ്ട് എന്തെങ്കിലും മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വേണം ഇത് വേണം, എന്ത് കണ്ടാലും അത് വേണം എന്ന് പറയും കേട്ടോ. ആ ഒരു സ്വഭാവം എനിക്ക് എന്തോ ഉള്ളതാണ്. പക്ഷെ ഇപ്പോഴും മേടിക്കാറൊന്നുമില്ല കേട്ടോ. അത് വേണമെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ പ്രൈമിൽ പിന്നെ ഇവിടെ നിന്നൊക്കെയാണ് കേട്ടോ സാധനങ്ങൾ മേടിക്കാറുള്ളത്. ഞാനും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വണ്ടി ഇരിക്കുമ്പോൾ തന്നെ പറഞ്ഞു ഉമ്മേ എനിക്ക് കുറേ നൂഡിൽസ് മേടിക്കണം എന്ന്. ഇത് ഞങ്ങൾ 2 പേരും കൂടി ഓടി വരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബില്ലടിച്ചു എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. 2 ക്യാപ്സിക്കം ഇട്ടുകൊണ്ടാണ് കേട്ടോ വന്നത്. എൻ്റെ അടുത്ത് ആ ചേട്ടൻ പറഞ്ഞു ഈ ക്യാപ്സിക്കം ഇപ്പോൾ 2 എണ്ണം എടുത്തതിന് ഒരു 150 രൂപയായി. അപ്പോൾ അതിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉമ്മയുടെ അടുത്ത് പറഞ്ഞു ഉമ്മി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് എന്നെ പറ്റിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഉമ്മയെടുത്ത് എന്ത് പറഞ്ഞു 100 രൂപയൊന്നും ആയിട്ടില്ല, 10 രൂപ ആയിട്ടേ ഉള്ളൂ. ഇനി ഇവിടെ ഉണ്ടല്ലോ നല്ല പേനയും ബോക്സും സാധനങ്ങളൊക്കെ